ഓൾ വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത് 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ഒന്നാമത്തെ ലെസൺ എ വെരി ഓൾഡ് മാൻ വിത്ത് ഇനോമസ് വിങ്സ് എന്ന ലെസൻ്റെ പാർട്ട് 2 വീഡിയോ ആണ്. പാർട്ട് 1 വീഡിയോ കണ്ടതിന് ശേഷമാണ് പാർട്ട് 2 വീഡിയോ കാണേണ്ടത്. ആ പാർട്ട് 1 വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് സെക്ഷനിൽ അതുപോലെ തന്നെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ക്ലിക്ക് ചെയ്തുകൊണ്ട് ഫസ്റ്റ് പാർട്ടാണ് നിങ്ങൾ ആദ്യം കണ്ടത്. അപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നടന്ന കാര്യം വളരെ ഷോർട്ടായിട്ട് ഫാസ്റ്റായിട്ട് പറയാം. എന്തായിരുന്നു ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്? നമ്മുടെ മെയിൻ കഥാപാത്രങ്ങളായിട്ടുള്ള പെലായോ ഹസ്ബൻഡ്, ഇയാളാരാണ്? ഒരു ബെയിലീഫാണ്, ഒരു പ്രിസണിലെ ഒഫീഷ്യലാണ്. അതുപോലെ തന്നെ എലിസൻ്റെ അയാളുടെ ഭാര്യയാണ്. ഓക്കെ, ഇവരുടെ ഒരു ചെറിയ മകനുണ്ട്. കുഞ്ഞിന് അസുഖം വരുന്നു, പനി വരുന്നു, ഭക്ഷണം കഴിക്കുന്നില്ല. അപ്പോൾ ഇവർ തീരത്താണ് താമസിക്കുന്നത്. ഞണ്ടുകൾ കയറി വരുന്നു. അപ്പോൾ ഭയങ്കര എന്താ പറയുക, ദുർഗന്ധം ഉണ്ടാക്കുന്നുണ്ട് ഞണ്ടുകളെ കൊണ്ട്. ഞണ്ടുകളെ കൊന്ന് ഇയാളെന്താണ് വലിച്ചെറിയുന്നു. ഇന്ന് കഥ ഈ സ്റ്റോറിയിലില്ലെങ്കിലും ഇതിൻ്റെ യഥാർത്ഥ സ്റ്റോറിയിലുണ്ട്, അതുകൊണ്ടാണത് പറഞ്ഞത്. അങ്ങനെ ഇയാൾ തിരികെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇയാളുടെ വീടിൻ്റെ മുറ്റത്ത് പിറകു വശത്തായിട്ട് ഒരു വൃദ്ധനായ മനുഷ്യൻ, വളരെ വൃദ്ധനായിട്ടുള്ള മനുഷ്യൻ, അയാൾക്ക് എഴുന്നേക്കാനോ ഒന്നും കഴിയുന്നില്ല, അതിന് ചിറകുകളുണ്ട്. അപ്പോൾ ഇയാൾ കൗതുകത്തോടെ നോക്കി നിൽക്കുന്നു. ഇയാൾക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നില്ല, വൃദ്ധനാണ്. ഭാര്യയെ വിളിക്കുന്നു, രണ്ടുപേരും നോക്കി നിൽക്കുന്നു. അങ്ങനെ അയൽവാസി പെണ്ണിനെ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നു. അപ്പോൾ അവർ പറയുന്നു അതൊരു ഏഞ്ചലാണെന്ന്. അപ്പോൾ ഈ കുട്ടിയെ കൊണ്ടുപോകാൻ, അതായത് മരണത്തിന് ഏഞ്ചലാണെന്ന് വിചാരിക്കുന്നു ആദ്യം. എന്നാൽ അതല്ലെന്ന് മനസ്സിലാവുന്നു, കാരണം കുട്ടിയുടെ അസുഖം മാറുന്നു. അങ്ങനെ കുട്ടി റിക്കവർ ആവുന്നു. അങ്ങനെ ഏഞ്ചലിനോട് ദയ തോന്നുന്നു. അങ്ങനെ ഇതിനെ കോഴിക്കൂട്ടിലാണ് പിന്നെ ഇടുന്നത്. പിന്നെ അതിനെ തുറന്നുവിടാൻ നോക്കുന്ന സമയത്ത് അപ്പോഴത്തേക്ക് ആൾക്കാരൊക്കെ വരുന്നു, ഇതിന് ചുറ്റും കൂടുന്നു. ഒരു സർക്കസ് ആനിമലിനെ ട്രീറ്റ് ചെയ്യുന്ന പോലെ ഇതിന് ഭക്ഷണമൊക്കെ ആ കോഴിക്കൂട്ടിലേക്ക് എറിഞ്ഞു കൊടുക്കുന്നു. ഇത്രയാണ് നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ കണ്ടത്. ഇനി സെക്കൻഡ് പാർട്ടിലേക്ക് നമുക്ക് കടക്കാം. The news of the captive angel spread with great rapidity. ഈ ക്യാപ്റ്റീവ് ഏഞ്ചൽ, അതായത് തടവിലാക്കപ്പെട്ട ഏഞ്ചലിൻ്റെ ന്യൂസ് സ്പ്രെഡായി എല്ലായിടത്തും പരന്നു. വിത്ത് ഗ്രേറ്റ് റാപ്പിഡിറ്റി, ഭയങ്കര സ്പീഡ്, പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ന്യൂസ് എല്ലായിടത്തും എത്തി. ആഫ്റ്റർ ഫ്യൂ അവേഴ്സ്, കുറച്ച് മണിക്കൂറുകൾക്ക് ശേഷം, ദ കോർട്ട് യാർഡ് ഹാഡ് ദ ബസിൽ ഓഫ് എ മാർക്കറ്റ് പ്ലേസ്. ആ കോർട്ട് യാർഡ്, ആ മുറ്റം, ഒരു മാർക്കറ്റ് പ്ലേസിൽ എത്രത്തോളം തിരക്കുണ്ടാവുമോ അത്രത്തോളം ബസിൽ എന്ന് പറഞ്ഞാൽ റഷ്, തിരക്ക്, അത്രത്തോളം തിരക്കുണ്ടായി. ദ കപ്പിൾ ഹാഡ് ടു കോൾ ഇൻ ട്രൂപ്സ് ടു ഡിസ്പേഴ്സ് ദ മൊബ് ജനക്കൂട്ടം. അപ്പോൾ ഈ കപ്പിൾ, അതായത് ഈ ഹസ്ബൻഡും വൈഫും എന്താ ചെയ്തത്? അവർക്ക് വിളിക്കേണ്ടി വന്നു ട്രൂപ്പിനെ, അതായത് ഈ പട്ടാളക്കാരെ വിളിക്കേണ്ടി വന്നു. ടു ഡിസ്പേഴ്സ് ദ മോബ്, ഡിസ്പേഴ്സ് ചെയ്യാനാൽ ഇതിനെ പിരിച്ചുവിടാൻ, ജനങ്ങൾ പിരിച്ചുവിടാൻ വേണ്ടിയിട്ട് അവരെ വിളിക്കേണ്ടി വന്നു. ഇനിയോ, ദേ ഗോട്ട് ദി ഐഡിയ ഓഫ് ഫെൻസിങ് ഇൻ ദ യാർഡ്. ആൾക്കാരിങ്ങനെ എപ്പോഴും വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇവരുടെ യാർഡ്, മുറ്റത്തിലേക്കൊരു ഫെൻസിങ്, അതായത് വേലി കെട്ടാൻ അവർ തീരുമാനിച്ചു. ആൻഡ് ചാർജിങ് 5 cents ഫോർ അഡ്മിഷൻ ടു സീ ദി ഏഞ്ചൽ. ഈ ഏഞ്ചലിനെ കാണാൻ 5 സെൻറ്റ് തുകയും അവർ, അതൊരു യൂണിറ്റ് ഓഫ് മണിയാണ് കേട്ടോ, 5 സെൻറ്റ്. നമ്മൾ പൈസ എന്നൊക്കെ പറഞ്ഞ പോലെ 5 സെൻറ്റ് എന്താണ് തുകയും ചാർജ് ചെയ്തു ആൾക്കാരിൽ നിന്ന്. ദ ക്യൂരിയസ് എന്ന് പറഞ്ഞാൽ ക്യൂരിയസ് ആയിട്ടുള്ള ആൾക്കാർ, ഭയങ്കര താല്പര്യം, ഇതിലൊക്കെ ഭയങ്കര താല്പര്യമുള്ളത്, കൗതുകത്തോടെ അതിശയത്തോടെ കാണാൻ വന്ന ആൾക്കാർ കെയിം ഫ്രം ഫാർ അവേ, വളരെ അകലെ നിന്ന് പോലും ആൾക്കാർ വന്നു. ദ മോസ്റ്റ് അൺഫോർച്ചുനേറ്റ് ഇൻവാലിഡ്സ് എന്നുള്ള വേർഡിന് മീനിങ് ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുണ്ട്. മീനിങ് ഇതാണ്: പീപ്പിൾ ഡിസേബിൾഡ് ബൈ ഇൽനെസ് ഓർ ഇഞ്ചുറി. അസുഖം കൊണ്ടോ പരിക്ക് കൊണ്ടോ ബുദ്ധിമുട്ടുന്ന ആൾക്കാരാണ് ഇൻവാലിഡ്സ്. അങ്ങനെ അൺഫോർച്ചുനേറ്റ് ആയ, ദൗർഭാഗ്യവാന്മാരായ, ഈ അസുഖമുള്ള, അതല്ലെങ്കിൽ മുറിവേറ്റ ആൾക്കാരൊക്കെ എന്താണ്, ഓൺ എർത്ത്, ഭൂമിയിലുള്ളവരൊക്കെ എന്ത് ചെയ്യുന്നു, കെയിം ഇൻ സെർച്ച് ഓഫ് ഹെൽത്ത്. അതായത് ഒരു ഏഞ്ചലാന്നുള്ളൊരു ന്യൂസാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ ഏഞ്ചൽ എന്താണ്, അസുഖങ്ങൾ മാറ്റാൻ കഴിയുമെന്നുള്ള ധാരണയിൽ അവർ അസുഖമുള്ളവരും പരിക്ക് പറ്റിയവരൊക്കെ ഇങ്ങോട്ട് വരാൻ തുടങ്ങി. പെലായോ ആൻഡ് എലിസെൻഡ were happy with fatigue. അപ്പോൾ എന്താണ്, പെലായോയും എലിസെൻ്റെയും were happy, അവർ സന്തുഷ്ടരായിരുന്നു. ഫെറ്റീഗ് എന്നുള്ള വീട് ക്ഷീണമാണ്. ശരിക്കും ഇവർക്ക് അങ്ങനെ ക്ഷീണം പറ്റി എന്നുള്ളതിനേക്കാൾ ഉപരി ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇവർ ഫുള്ളി ബിസിയായി. കാരണം ആൾക്കാർ എങ്ങനെ വരികയാണ്, അപ്പോൾ ഇവർക്ക് എന്താണ്, ഫെറ്റീഗ് ഉണ്ടാവാം, സ്വാഭാവികം. പക്ഷേ ഇവർ ഹാപ്പി ആവുകയാണ്. കാരണം ഇഷ്ടംപോലെ ആൾക്കാർ വരുമ്പം തിരക്കാണ്, ബുദ്ധിമുട്ടാണ്, പക്ഷേ അതവർ എൻജോയ് ചെയ്യുകയാണ്. എന്താ കാരണം, 5 സെൻറ്റ് ഓരോ ആൾക്കാരിൽ നിന്നും ചാർജ് ചെയ്യുമ്പം ഇവർക്ക് കൂടുതൽ പണം കിട്ടുന്നു. സോ അവർ ഹാപ്പിയാണ്.
ആൾക്കാർ വരുന്നതിൽ അവർ ഫെറ്റീഗ്ഡ് ആണ്, കാരണം ഭയങ്കര ആൾക്കാർ റഷ് ചെയ്യുന്നു. പക്ഷേ അവരെന്താണ്, ഹാപ്പിയാണ്. അതാണ് ഹാപ്പി വിത്ത് ഫെറ്റീഗ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്. അല്ലാതെ അവർക്ക് അസുഖം വന്നതല്ല. ആൾക്കാർ കൂടുതൽ വന്നപ്പോൾ അവർ സന്തുഷ്ടരാണ്, പക്ഷേ ക്ഷീണമുണ്ട്. കാരണം എന്താണ്, ബിസിയായി എന്നുള്ളത് കൊണ്ട്. ഇൻ ലെസ് ദാൻ എ വീക്ക് ദേ ഹാഡ് ക്രാംഡ് ദെയർ റൂംസ് വിത്ത് മണി. ഒരാഴ്ചക്കുള്ളിൽ തന്നെ എന്താണ്, ദേ ഹാഡ് ക്രാംഡ് മീൻസ് ഫിൽഡ് കംപ്ലീറ്റ്ലി, ആകെ നിറഞ്ഞു. ദെയർ റൂംസ്, അവിടെ റൂമെല്ലാം നിറഞ്ഞു. വിത്ത് മണി, ഇഷ്ടം പോലെ പണമായി. Still the line of pilgrims waiting their turn to enter reached beyond the horizon. എന്നിട്ടും ആൾക്കാർ വരുന്നത് നിർത്തിയില്ല. ദ ലൈൻ ഓഫ് പിൽഗ്രിംസ്, ഇയാളെ കാണാൻ വന്ന ആൾക്കാർ, അതായത് ഈ ഓൾഡ് മാനെ, ഈ ഏഞ്ചലിനെ കാണാൻ വന്ന ആൾക്കാരെയാണ് പിൽഗ്രിംസ് എന്ന് ഇവിടെ ടെക്സ്റ്റിൽ വിളിച്ചിട്ടുള്ളത്. ശരിക്കും ഒരു തീർത്ഥാടന യാത്ര പോകുന്ന ആൾക്കാരെയാണ് പിൽഗ്രിംസ് എന്ന് വിളിക്കുക. പക്ഷേ ഇവിടെ എന്താണ്, ഒരു തമാശ കളർത്തിക്കൊണ്ട് പറയാണ് പിൽഗ്രിംസ് വെയിറ്റിംഗ് ദെയർ ടേൺ ടു എൻ്റർ. അങ്ങനെ ഇയാളെ വീട്ടിൽ കയറാൻ വേണ്ടി ലോങ് ക്യൂ ഉണ്ടായിരുന്നു. റീച്ച്ഡ് ബിയോണ്ട് ദ ഹൊറിസൺ, അതായത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും, ദൂര ദിക്കുകളിൽ നിന്ന് പോലും എന്താണ് ആൾക്കാർ വന്നു. ദി ഏഞ്ചൽ വാസ് ദി ഓൺലി വൺ ഹു ടുക്ക് നോ പാർട്ട് ഇൻ ഹിസ് ഓൺ ആക്ട്. ഇനി ഈ ഏഞ്ചലോ, ഇതാ ഇവിടെ ഇരിക്കുന്ന പിക്ചറുണ്ടോ, ആൾക്കാർ ഇതാ നെറ്റിന് പുറത്ത് കാണാൻ പറ്റും. ഏഞ്ചലാണെങ്കിലോ വളരെ കൂളായിട്ട് അവിടെ ഇരിക്കുകയാണ്, ഒരു അനക്കും ഒരു ഇതുമില്ല. ബാക്കി എല്ലാവരും എക്സൈറ്റഡ് ആണ്, അവർ പിന്നെ വരുന്നു പോകുന്നു. പക്ഷേ ഏഞ്ചലായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു മാത്രം. ഹി സ്പെൻഡ് ഹിസ് ടൈം ട്രൈയിങ് ടു ഗെറ്റ് കംഫർട്ടബിൾ ഇൻ ഹിസ് ബോറോഡ് നെസ്റ്റ്. ബോറോഡ് നെസ്റ്റ് പറയാൻ കാരണം ഇയാളുടെ സ്വന്തം നെസ്റ്റ് അല്ലല്ലോ ഇത്, ബോറോഡ് നെസ്റ്റാണ്. ശരിക്കും ഇത് ഈ പിന്നെ എന്താണ് കോഴിയുടെ കൂടാണ്. അപ്പോൾ അതാണ് ബോറോഡ് നെസ്റ്റ് പറഞ്ഞത്. അപ്പോൾ അവിടെ അയാൾ എന്താണ് വളരെ കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ വേണ്ടി ശ്രമിച്ചു. അറ്റ് ഫേസ്റ്റ് ദേ ട്രൈഡ് ടു മേക്ക് ഹിം ഈറ്റ് സം മോത്ത് ബോൾസ്. ഇനിയാണ് അവരുടെ ക്രൂരകൃത്യവും വിനോദമൊക്കെ തുടങ്ങാൻ പോവുകയാണ്. അപ്പോൾ ആൾക്കാർക്ക് ആദ്യം കൗതുകമായിരുന്നു, പിന്നെ ടോർച്ചർ ചെയ്യാണ്. ഇതൊക്കെ നമുക്ക് പല പിന്നെ അവസ്ഥകൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പല ആൾക്കാരും ഇല്ല, നമ്മളിപ്പോൾ മൃഗങ്ങളോട് എങ്ങനെയാണ് നമ്മുടെ സമീപനം, എല്ലാവരും അല്ല കേട്ടോ പറഞ്ഞത്, പല ആൾക്കാരുടെയും സമീപനം വളരെ മോശമാണ്. അപ്പോൾ മൃഗങ്ങളോട് മാത്രമല്ല, ഈവൻ മനുഷ്യന്മാരോട് പോലും ഇപ്പോഴാണ് കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടായത്, കുറേ കാലങ്ങൾക്ക് മുൻപ്. അപ്പോൾ നമ്മൾ ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ചരിത്രം എന്തെങ്കിലും പ്രത്യേകതയുള്ള ആൾക്കാരോടൊക്കെ വളരെ മോശമായിട്ട് പിന്നെ അവരെ മിസ്ട്രീറ്റ് ചെയ്ത ചരിത്രം നമ്മുടെ മനുഷ്യ ചരിത്രത്തിലുണ്ട്. ഓക്കെ, അതും പിന്നെ ഏറ്റവും എലീറ്റ് ആയിട്ടുള്ള, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആണെന്ന് വിചാരിക്കുന്ന യൂറോപ്യൻസാണ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. ശരീരത്തിൽ എന്തെങ്കിലും പിന്നെ പ്രത്യേകതയുള്ള ആൾക്കാരെ അങ്ങനെ അവരെ കൂട്ടിലടച്ച് ഒരു പ്രദർശന വസ്തുവാക്കിയ ചരിത്രമൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഓക്കെ, അപ്പോൾ മോത്ത് ബോൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ്റൊക്കെ വരാതിരിക്കാനുള്ള ഗുളിക ഉണ്ടല്ലോ, വെള്ള, ഇതൊക്കെ ഇട്ട് കൊടുക്കുകയാണ് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അതൊരു ഫണ്ണി എലമെൻറ്റ് കൂടെയാണ് കേട്ടോ, ഒരു ആൾക്കാരുടെ ഒരു പ്രത്യേകതയാണ്, അവരുടെ ചിന്ത രീതിയൊക്കെ അങ്ങനെയാണ്. ബട്ട് ഹി എയ്റ്റ് നത്തിങ് ബട്ട് എഗ് പ്ലാൻ മഷ്. പക്ഷേ ഇയാളിതൊന്നും മോത്ത് ബോൾസ് കഴിക്കുന്നില്ല, മറിച്ച് എഗ് പ്ലാൻ മഷാണ് കഴിക്കുന്നത്. എഗ് പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ബ്രിഞ്ചാൽ നമ്മുടെ വഴുതനങ്ങയാണ്. മഷ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ക്രഷ്, ചതച്ച് അതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ വഴുതനങ്ങ ചതച്ചതൊക്കെയാണ് ഇയാൾ കഴിക്കുന്നത്. ഹിസ് ഓൺലി സൂപ്പർ നാച്ചുറൽ വെർച്യൂ സീംഡ് ടു ബി പേഷ്യൻസ്. അതായത് പതുക്കെ ഒരു സൂപ്പർ നാച്ചുറൽ ക്രീച്ചറാണ് താൻ അയാൾ എന്നുള്ള തോന്നൽ ആൾക്കാർക്കും ഇല്ലാതായി. കാരണം ഒരു സൂപ്പർ നാച്ചുറൽ എലമെൻറ്റും അയാൾക്ക് ഇപ്പോൾ ഉള്ള, കാരണം ആ പിന്നെ ചിറകൊക്കെ ഇപ്പം എന്താണ് ആ പക്ഷികൾക്കുള്ള പോലെ തന്നെ അതൊരു കോമൺ ആണ്, ഇയാൾക്കുള്ള തന്നെയാണ്. അങ്ങനെ ഇതിലൊരു പ്രത്യേകത ആൾക്കാർക്ക് തോന്നുന്നില്ല. ആകെ ആൾക്കുള്ള സൂപ്പർ നാച്ചുറൽ എലമെൻറ്റ് എന്ന് പറഞ്ഞാൽ അയാളുടെ ഒരു വെർച്യൂ, ഒരു നന്മ എന്ന് പറയുന്നത് അയാളുടെ പേഷ്യൻസ്, ക്ഷമ മാത്രമാണെന്നായി ആൾക്കാർ നമ്മൾക്കൊക്കെ മനസ്സിലാവുക. കാരണം അപാരമായ ക്ഷമയായിരുന്നു. ആൾക്കാർ ഇങ്ങനെയൊക്കെ ഇയാളുടെ മുമ്പിൽ ചെയ്ത് കാട്ടും. അയാൾക്ക് എന്താണ് വളരെ പേഷ്യൻ്റ് ആയിരുന്നു അയാൾ, എന്ന് വെച്ചാൽ അയാൾ ഭയങ്കര ക്ഷമയുള്ളവനായിരുന്നു. വെൻ ദ ഹെൻസ് പെക്ട് അറ്റ് ഹിം, മാത്രമല്ല ഈ പക്ഷികൾ ഇയാളെ പിന്നെ കൊത്തുകയൊക്കെ ചെയ്തു. പക്ഷെ അപ്പോഴും എന്താ പറയുക, ഹി വാസ് ക്വൈറ്റ് പേഷ്യൻറ്റ് വെൻ ദ ഹെൻസ് പെക്ട് അറ്റ് ഹിം. ഇനി ഈ പക്ഷികൾ, അതായത് ഈ കോഴികൾ ഇയാളെ പെക്കി എന്ന് പറഞ്ഞാൽ കൊത്തിയ സമയത്തും ഇയാൾ വളരെ പേഷ്യൻ്റ് ആയിരുന്നു, ക്ഷമയുള്ളവനായിരുന്നു. സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അപ്പോൾ ഈ പക്ഷികൾ ഇയാളെ കൊത്തുന്നത് എന്തിനാണ്? സെർച്ചിങ് ഫോർ ദ പാരസൈറ്റ്സ് ഇൻ ഹിസ് വിങ്സ്. അപ്പോൾ ചിറകിൻ്റെ ഉള്ളിലൊക്കെ ചെറിയ പേനുകളുണ്ടാവും, പാരസൈറ്റ്. അതിനെ തിന്നാൻ വേണ്ടിയാണ് കോഴികൾ ഇയാളെ കൊത്തി. അതൊക്കെ ഇയാൾക്കൊരു ഉപദ്രവമാണല്ലോ, വേദന ഉണ്ടാക്കും. പക്ഷേ അയാൾക്ക് ഭയങ്കര ക്ഷമയുള്ള ആളായിരുന്നു. ഓക്കെ, ഇനി he was patient again when the cripples pulled out his feathers to touch their limbs with.
അപ്പം ഇവിടെ പല അസുഖമുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. ഇപ്പോൾ ക്രിപ്പിൾഡായിട്ടുള്ള ആൾക്കാർ, ക്രിപ്പിൾഡായ ആൾക്കാർ എന്ന് പറയുമ്പം അവർക്ക് അംഗഭംഗമുള്ള, നടക്കാൻ കഴിയാത്ത ആൾക്കാർ, ശരീരത്തിലെ ഭാഗങ്ങളില്ലാത്ത ആൾക്കാർ, മുറിവേറ്റവർ, ഇവരൊക്കെ അവിടെ വന്നിട്ട് ഇയാളുടെ ഫെതേഴ്സ്, തൂവൽ പറിക്കണം. എന്നിട്ടോ അവരെ കൈകാലുകളിൽ അതുകൊണ്ട് തലോടുകയാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ അസുഖം ഭേദമാവുന്ന അവർ വിചാരിക്കുന്നു. പക്ഷേ ഇയാൾ എന്താണ് വേദനിക്കുന്നുണ്ട്. പക്ഷേ ആ സമയത്ത് പോലും എന്താണ് ഈ ഏഞ്ചൽ, ഈ ഓൾഡ് മാൻ എന്താണ് അതെല്ലാം സഹിച്ചു നിൽക്കുന്നു. ഹി റിമെയിൻഡ് പേഷ്യൻറ്റ് വെൻ ഈവൻ ദ മോസ്റ്റ് മേഴ്സിഫുൾ ത്രൂ സ്റ്റോൺസ് അറ്റ് ഹിം. അപ്പോൾ ഇവിടെ ഒരു ഐറണി കൂടെ ഉണ്ട് കേട്ടോ. അതായത് ഏറ്റവും മേഴ്സിഫുള്ളായ ആൾക്കാർ, ഏറ്റവും ദയുള്ള ആൾക്കാർ പോലും എന്താണ് ഇയാൾക്ക് നേരെ കല്ലെറിയാനും തുടങ്ങി. ഒരു കൗതുകം, ഇയാൾ അനങ്ങുന്നതും ഇയാൾ കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോഴും ഈ ഓൾഡ് മാൻ എന്താണ് റിമെയിൻഡ് പേഷ്യൻറ്റ്, ക്ഷമയോടെ തന്നു. ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈയിങ് ടു ഗെറ്റ് ഹിം ടു റൈസ് സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. ഇനിയോ എല്ലാവരും എന്താ ചെയ്യുന്നത്, ഇയാളൊന്ന് എഴുന്നേൽപ്പിച്ച് നിർത്താനാണ്. ശരിക്കും നമുക്കറിയാം, നമ്മൾ സൂവിൽ പോകുമ്പോൾ അവിടെ ഒരു സിംഹമോ മറ്റോ കിടക്കുകയാണെങ്കിൽ അതിലേക്ക് കാണാൻ കഴിയില്ല. നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താ, അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ വേണ്ടിയിട്ടാണ്. സിംഹം പലപ്പോഴും കിടക്കായിരിക്കും നമ്മൾ സൂവിൽ പോകുമ്പോൾ അല്ലേ. അപ്പോൾ അതിനെന്താണ്, ചിലപ്പോൾ ചില കുട്ടികൾ ഇപ്പോൾ കല്ലെടുത്ത് എറിഞ്ഞെന്ന് വരും അല്ലേ. അതുപോലെ ആഫ്റ്റർ ഓൾ ദേ വർ ഓൺലി ട്രൈയിങ് ടു ഗെറ്റ് ഹിം ടു റൈസ്, എഴുന്നേൽക്കാനാണ്, എഴുന്നേൽപ്പിച്ച് നിർത്താനാണ് നോക്കുന്നത്. സോ ദാറ്റ് ദേ കുഡ് സീ ഹിം സ്റ്റാൻഡിങ്. അങ്ങനെയാണെങ്കിൽ വൃദ്ധനയാൾ നിൽക്കുന്നത് കാണാം, ശരിക്കും നാട്ടുകാർക്ക് കാണാൻ പറ്റും. It so happened that during those days there arrived in the town a traveling show. ആ സമയത്ത് ഇനി കഥ മാറുകയാണ് കേട്ടോ. ഇതുവരെയുള്ള ഒരു ചെറിയ ചേഞ്ച് വരാൻ പോവാണ്. ആ സമയത്താണ് അവിടെ ഒരു ട്രാവലിംഗ് ഷോ, നമ്മൾ സർക്കസ് പോലെ ഒരു ട്രാവലിംഗ് ഷോ അവിടെ നടക്കണം ടൗണിൽ. എന്താണ് അവിടെ ഷോൻ്റെ പ്രത്യേകത? ദ മെയിൻ അട്രാക്ഷൻ വാസ് എ വുമൻ who had been changed into a spider by a burst of thunder and lightning. ഒരു സ്ത്രീ ഒരു സ്പൈഡറായി മാറി. ഒന്നുകൂടെ പറയാം, ഒരു സ്ത്രീ ഒരു എട്ടുകാലിയായി മാറി. നിത്യത്തിൽ സംഭവിക്കാത്തൊരു കാര്യമാണ്. മാജിക്കൽ റിയലിസത്തിൻ്റെ എലമെൻസ് ആണ് ഈ കാണുന്നത്. അപ്പോൾ മനസ്സിലാക്കണം. നമ്മൾ എന്താ പറയുക, ബുദ്ധിപരമായിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ മാജിക്കൽ എലമെൻ്റാണ്, മനസ്സിലാക്കുക. സോ ഒരു സ്ത്രീ ഒരു എട്ടുകാലിയായി മാറി. എപ്പോൾ? ബൈ എ ബേസ്റ്റ് ഓഫ് തണ്ടർ ആൻഡ് ലൈറ്റ്നിങ്. ഒരു തണ്ടറും ഇടിയും മിന്നലൊക്കെ വന്നതിന് ശേഷം വന്നിട്ടാണ് ഈ സ്ത്രീ അങ്ങനെ ആയത്. ശരിക്കും ഇതിൻ്റെ പിന്നിൽ ഒരു കഥയൊക്കെ ഉണ്ട്, അത് ടെക്സ്റ്റ് ബുക്കിൽ കൊടുക്കുന്നില്ല എന്നേ ഉള്ളൂ. ശരിക്കും ഈ ഒരു സ്ത്രീ ഇതിൻ്റെ പാരൻസിനെ അനുസരിക്കാതെ നിന്നതുകൊണ്ട് ദൈവം നൽകിയ ശിക്ഷ എന്നുള്ള രീതിയിലാണ് ഇതിൻ്റെ യഥാർത്ഥ കഥയിൽ പറയുന്നത്. എനിവേ, ദി അഡ്മിഷൻ ഫീ ടു സീ ഹെർ വാസ് ലെസ് ദാൻ ദ ഫീ ടു സീ ദി ഏഞ്ചൽ. നമ്മുടെ ഏഞ്ചലിനെ കാണാൻ 5 സെൻറ്റ് ആയിരുന്നു. പക്ഷേ ഇവിടെ അതിനേക്കാളേറെ കുറവായിരുന്നു ഇവളെ കാണാനുള്ള അഡ്മിഷൻ ഫീ. അപ്പോൾ ആൾക്കാർ കൂടുതൽ അങ്ങോട്ട് ഒഴുകി. സോ ദ പീപ്പിൾ ഫ്ലോക്ക്ഡ് ടു സീ ഹെർ. ഫ്ലോക്ക്ഡ് മീൻസ് കൂട്ടത്തോടെ ഒഴുകി. അപ്പോൾ ഈ ഏഞ്ചലിലേക്ക് വന്ന ആൾക്കാർ നേരെ പിന്നെ അങ്ങോട്ടായി, കാരണം അഡ്മിഷൻ ഫീസ് ഇതിനേക്കാളേറെ കുറവാണ് അവിടെ. അപ്പോൾ അങ്ങോട്ട് പോയി. They were also permitted to ask her all manner of questions about her absurd state. അബ്സേർഡ്, നിന്ദ്യമായ സ്റ്റേറ്റ്, അവസ്ഥ. ഈ സ്ത്രീയുടെ രൂപം, അത് തലയുടെ ആ ഭാഗമൊക്കെയാണ് സ്ത്രീയുള്ളൂ, ബാക്കി ഉടലൊക്കെ എന്താണ് ഒരു എട്ടുകാലിയുടെ രൂപമാണ്. വളരെ അബ്സേർഡായിട്ടുള്ള രൂപമാണ് അല്ലേ. അപ്പം ഈ ഒരു രൂപത്തോട്, ഈ ഒരു സ്ത്രീയോട് നിങ്ങൾക്ക് എത്ര ചോദ്യങ്ങൾ ചോദിക്കാം. മാത്രമല്ല ഈ സ്ത്രീ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും, നമ്മുടെ ഭാഷയിൽ സംസാരിക്കുന്നത്. സോ ആൾക്കാരുടെ അട്രാക്ഷൻ മാറി. ഈ ഓൾഡ് മാൻ എങ്ങനെയായിരുന്നു, എപ്പോഴും കിടക്കുക, റെസ്പോണ്ട് ചെയ്തില്ല, സംസാരിച്ചാൽ മനസ്സിലാവില്ല, ആകൊരു ഈ ഒരു ചിറകുണ്ട്, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇവിടെ ആണെങ്കിലോ ഒരു എട്ടുകാലിൻ്റെ രൂപമുള്ള സ്ത്രീ, അതുപോലെ തന്നെ എന്ത് ചോദ്യം ചോദിക്കാം, പിന്നെ അഡ്മിഷൻ ഫീസും കുറവാണ്, 3 ഉള്ളൂ. അപ്പോൾ ആൾക്കാർ അങ്ങോട്ട് ഒഴുകി. അപ്പോൾ ആൾക്കാരുടെ പ്രത്യേകതയാണ്. നമുക്കറിയാം നമ്മൾ എങ്ങനെയാണെന്ന് ന്യൂസ് ചാനലിലൊക്കെ ഇന്നൊരു വലിയ സെൻസേഷൻ ന്യൂസ് വന്നു കഴിഞ്ഞാൽ ഈ പത്രമാധ്യമങ്ങൾ അതിന് പിന്നാലെയാണ്, ജനങ്ങളും അതിന് പിന്നാലെയാണ്. ഒരു 2-3 ദിവസം ഫുള്ള് അതിന് ചർച്ചയാണ്. അടുത്ത ന്യൂസ് കിട്ടുന്നവരെ, അടുത്ത് കിട്ടിക്കഴിഞ്ഞാൽ ഇതങ്ങ് മറക്കും ആൾക്കാർ, അടുത്തിന് പിന്നാലെ പോകും, പിന്നെ അടുത്ത് വിട്ടു അങ്ങോട്ട് പോകും. അതേ സ്വഭാവം തന്നെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇനി ദി ഓണേഴ്സ് ഓഫ് ദ ഹൗസ് ഹാഡ് നോ റീസൺ ടു ലാമെൻറ്റ്. ലാമെൻ്റ് വിലപിക്കുക, വിഷമിക്കുക. പക്ഷേ ഇവിടെ വിഷമിക്കാൻ യാതൊരു കാരണവുമില്ല ഈ ഓണേഴ്സ് ഓഫ് ദ ഹൗസിന്. ഈ ഹസ്ബൻഡിനും വൈഫിനും ഒരു പ്രശ്നമില്ല. കാരണം എന്താ, ഇഷ്ടം പോലെ പൈസ അവർ ഇതിനകം ഉണ്ടാക്കി കഴിഞ്ഞു. ഇനി ആൾക്കാർ സ്പൈഡർ വുമൻ്റെ അടുത്തേക്ക് പോയിക്കോട്ടെ, നോ പ്രോബ്ലം. വിത്ത് ദ മണി ദേ സേവ്ഡ് ദേ ബിൽറ്റ് എ 2-story മാൻഷൻ വിത്ത് ബാൽക്കണീസ് ആൻഡ് ഗാർഡൻസ്. അവർ ഏൺ ചെയ്ത പൈസ ഉണ്ടല്ലോ ഇത്രയും കാലം, ആ പൈസ കൊണ്ട് അവർ 2-story 2 നിലയുള്ള മാൻഷൻസ്, വലിയ ഒരു മാളിക പണിതു. വിത്ത് ബാൽക്കണീസ്, ബാൽക്കണിയൊക്കെ ഉണ്ട്. ബാൽക്കണി എന്താ, അവിടെ കയറുന്ന ഇങ്ങനെ പുറത്തേക്കുള്ള വ്യൂ കാണാം. അതിന് മുമ്പിൽ ഗാർഡൻ ഉണ്ട്, മനോഹരമായ.
2-story മാൻഷൻ അവർ പണിതു. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ്. ഇനിയോ ആ വീട്ടിലേക്ക് നല്ലൊരു വലിയ നെറ്റ് അവർ ഇട്ടു. ഇറ്റ് ഓൾസോ ഹാഡ് ഹൈ നെറ്റിംഗ് സോ ദാറ്റ് ക്രാബ്സ് വുഡിൻ ഗെറ്റ് ഇൻ ഡ്യൂറിങ് ദ വിൻ്റർ സമയത്ത്, തണുപ്പ് കാലത്ത് ക്രാബ്സ് ഇങ്ങോട്ട് കയറി വരില്ല. ഇവർ തുടക്കം തൊട്ട് ഞാൻ പറഞ്ഞിരുന്നു, പിന്നെ ഈ ക്രാബ്സ് കയറി വരുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഒരു വീട്ടിന് അല്ലേ, പഴയ വീടിന് ഞണ്ടുകൾ കയറി വരുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. ഈ ഞണ്ടുകൾ കയറി വരാതിരിക്കാൻ വലിയ നെറ്റിംഗ് ഒക്കെ അവർ വെച്ചു, അതുകൊണ്ട് ക്രാബ്സ് കയറി വരില്ല. ആൻഡ് അയൺ ബാർസ് ഓൺ ദ വിൻഡോ സോ ദാറ്റ് ഏഞ്ചൽസ് വുഡിൻ ഗെറ്റ് ഇൻ. മാത്രമല്ല വിൻഡോസിലൊക്കെ നല്ല അയൺ ബാർ വെച്ചു, അതായത് നല്ല കമ്പികളൊക്കെ വെച്ചു, ജനൽ കമ്പികൾ. അതുകൊണ്ട് എന്താണ്, ഇനി ഒരു പിന്നെ ഏഞ്ചലും ഇതിനകത്തേക്ക് വീട്ടിനകത്തേക്ക് പ്രവേശിക്കില്ല, അത്രയും അവർ സുരക്ഷ ഉറപ്പാക്കി. പെലായോ ഓൾസോ സെറ്റ് അപ്പ് എ റാബിറ്റ് വാറൻ ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലി ഫോർ ഗുഡ്. ഇനി പെലായോ എന്ത് ചെയ്തു, സെറ്റപ്പ് ഉണ്ടാക്കി എ റാബിറ്റ് വാറൻ. എ റാബിറ്റ് വാറൻ എന്ന് പറഞ്ഞാൽ എൻ എൻക്ലോസ്ഡ് പ്ലേസ് ഫോർ ബ്രീഡിങ് റാബിറ്റ്സ്, റാബിറ്റിൻ്റെ കൂടുണ്ടാക്കി. ആൻഡ് ഗേവ് അപ്പ് ഹിസ് ജോബ് ആസ് എ ബെയിലിഫ് ഫോർ ഗുഡ്. ഇനി ബെയിലിഫ് ആയിരുന്നു അയാളുടെ ജോലി, എന്താ ബെയിലിഫ് അല്ലേ, അതായത് ഈ പ്രിസണേഴ്സിനെ നോക്കുന്ന ജോലി. ആ ജോലി അയാൾ ഒഴിവാക്കി, ഉപേക്ഷിച്ചു. ഗേവ് അപ്പ് എന്നാണ് ഉപേക്ഷിച്ചു. ഫോർ ഗുഡ് എന്ന് പറഞ്ഞാൽ നന്മക്ക് എന്നല്ല, ഫോർ എവർ എന്നാണ് അർത്ഥം കേട്ടോ, ശ്രദ്ധിക്കണേ. പെട്ടെന്ന് അങ്ങനെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ തോന്നും. ഫോർ ഗുഡ് പറയുമ്പോൾ നന്മക്ക് അല്ല, ഫോർ ഗുഡ് മീൻസ് ഫോർ എവർ, എന്നേക്കുമായിട്ട് അയാൾ ആ ജോലി അങ്ങ് ഉപേക്ഷിച്ചു. അതായത് ബെയിലിഫിൻ്റെ ആ ഒരു ജോലി വിട്ടു. എലിസെൻഡ ബോട്ട് സം സാറ്റിൻ പംസ് വിത്ത് ഹൈ ഹീൽസ് ആൻഡ് മെയ്ഡ് ഡ്രസ്സസ് ഓഫ് ഇറിഡസെൻറ്റ് സിൽക്ക്. അപ്പോൾ ഇനി എലിസെൻഡ ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ, ബോട്ട് സം സാറ്റിൻ പംസ്. സാറ്റിൻ പംസ് എന്ന് പറഞ്ഞാൽ പ്ലെയിൻ ഷൂസ് വിത്ത് ഹീൽസ് ഫോർ വിമൻ. സ്ത്രീകൾ ഉപയോഗിക്കുന്ന പ്ലെയിൻ ഷൂസാണ്, നല്ല ഹീൽ ഉണ്ടാവും, അതാണ് സാറ്റിൻ പംസ്. അത് ഇവൾ വാങ്ങി. വിത്ത് ഹൈ ഹീൽസ്, നല്ല ഹീൽ ഉണ്ടായിരുന്നു. ആൻഡ് മെനി ഡ്രസ്സസ് ഓഫ് ഇറിഡസെൻറ്റ് സിൽക്ക്. ഇറിഡസെൻറ്റ് സിൽക്ക് എന്ന് പറഞ്ഞാൽ ബ്രൈറ്റ് ആൻഡ് ഷൈനിങ് സിൽക്ക്, നല്ല സിൽക്കിൻ്റെ ക്ലോത്തും വസ്ത്രമൊക്കെ വാങ്ങി. ദ ചിക്കൻ കൂപ്പ് വാസ് ദി ഓൺലി തിങ് ദാറ്റ് ഡിഡ്ന്റ് റിസീവ് എനി അറ്റൻഷൻ. ഇനി ഇവരെ വീട്ടിൽ ആ പഴയ കോഴിക്കൂടുണ്ട്, അതിനിപ്പോൾ പ്രത്യേക അറ്റൻഷൻ ഒന്നുമില്ല, കാരണം അവിടെ എന്തില്ല, നമ്മുടെ പിന്നെ ആൾക്കാരില്ല, അത്രയാണ്. പക്ഷേ നമ്മുടെ ഏഞ്ചൽ അവിടെ കിടക്കുന്നുണ്ട്, പക്ഷെ അതിലേക്ക് ഒരു അറ്റൻഷനും ഇല്ല. കാരണം എന്താ, എല്ലാവരും സ്പൈഡർ വുമൻ്റെ പിന്നാലെയാണ്. ദ ഡങ് ഹീപ്പ് സ്റ്റെൻച്ച് ഫ്രം ദ കൂപ്പ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് വൺ. ഇനിയോ അവിടെയുള്ള ഡങ് ഹീപ്പ്, അതായത് എന്താ പറയുക, എ ഹീപ്പ് ഓഫ് ഡങ് ഓർ റെഫ്യൂസ് വേസ്. ഇവിടെ ഇപ്പോൾ എന്താ വെച്ചാൽ ഈ കോഴിക്കാഷ്ടവും മറ്റുള്ള ഈ മാലിന്യങ്ങളും ഒക്കെ എന്താണ്, അതിങ്ങനെ ഹീപ്പായിട്ട് ഒരു കൂനയായിട്ടുണ്ട്. അതിൻ്റെ സ്റ്റെഞ്ച് മീൻസ് സ്റ്റിങ്ക്, അതിൻ്റെ ദുർഗന്ധം ആകെ അവിടെ അലടിക്കാൻ തുടങ്ങി. അത് ഈ പുതിയ വീട്ടിലേക്ക് വരെ വന്നു. ഫ്രം ദ കൂപ്പ് വാസ് ടേണിങ് ദ ന്യൂ ഹൗസ് ഇൻ ടു എൻ ഓൾഡ് വൺ. ഇവർ ഉണ്ടാക്കിയ പുതിയ മണിമാളിക അവിടെ ഈ ബാഡ് സ്മെല്ല് വന്നതുകൊണ്ട് അതൊരു പഴയ വീട് പോലെ ഫീൽ ചെയ്യാൻ തുടങ്ങി, ആ സ്മെല്ലുണ്ട്. അറ്റ് ഫസ്റ്റ് വെൻ ദ ചൈൽഡ് ലേൺഡ് ടു വാക്ക്. ഇനി ഇവർക്കൊരു കുട്ടി ഉണ്ടല്ലോ, അത് നടക്കാൻ തുടങ്ങിയപ്പോൾ ദേ വർ കെയർഫുൾ ദാറ്റ് ഹി ഡിഡ് നോട്ട് ഗെറ്റ് ടു ക്ലോസ് ടു ദ കൂപ്പ്. അപ്പോൾ ഈ കുട്ടി നടക്കാൻ തുടങ്ങിയപ്പോൾ കുട്ടിയെ പരമാവധി ആ കോഴിക്കൂടിന്ന് അകറ്റി നിർത്താൻ നോക്കി. കാരണം കോഴി ഉള്ളത് കൊണ്ടല്ല, അവിടെ എന്ത് ഏഞ്ചൽ ഉള്ളതുകൊണ്ട്. ഓക്കെ, ബട്ട് വെൻ ദേ ബിഗാൻ ടു ലൂസ് ദെയർ ഫിയേഴ്സ് ആൻഡ് ഗോട്ട് യൂസ് ടു ദ സ്മെൽ ബിഫോർ ദ ചൈൽഡ് but then they began to lose their fears and got used to the smell. അപ്പോൾ തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നു, പക്ഷേ പിന്നെ എന്താണ്, അവർക്ക് ആ ഭയമൊക്കെ മാറി, രക്ഷിതാക്കളെ ഭയം മാറി. മാത്രമല്ല അവിടുത്തെ ആ ബാഡ് സ്മെല്ലായിട്ട് അവർ അഡ്ജസ്റ്റഡ് ആവാൻ തുടങ്ങി. ബിഫോർ ദ ചൈൽഡ് ഗോട്ട് ഹിസ് സെക്കൻഡ് ടീത്ത് ഹീഡ് ഗോൺ ഇൻസൈഡ് ദ ചിക്കൻ കൂപ്പ് ടു പ്ലേ. മാത്രമല്ല ഈ കുട്ടിക്ക് തൻ്റെ രണ്ടാമത്തെ പല്ല് വന്നോടുകൂടി എന്ത് ചെയ്തു, അവന് ചിക്കൻ കൂപ്പ് കോഴിക്കൂടിനുള്ളിലേക്ക് പോയി കളിക്കാൻ. ആസ് ദ വയേഴ്സ് വേർ ഫോളിങ് അപ്പാർട്ട്. അതിൻ്റെ വയർ ഇവിടെ ഉദ്ദേശിച്ചത് നെറ്റാണ്, നെറ്റൊക്കെ വീഴാൻ തുടങ്ങി പഴയതായിട്ട് ആ കോഴിക്കൂടിൻ്റെ. അപ്പോൾ അതിനുള്ളിലൂടെ കുട്ടി അതിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ തുടങ്ങി. ദേ ബോത്ത് കെയിം ഡൗൺ വിത്ത് ദ ചിക്കൻ പോക്സ് അറ്റ് ദ സെയിം ടൈം. ഇതൊക്കെ ഒരു ഫണ്ണി എലിമെൻറ്റിന് വേണ്ടി പറയാൻ കേട്ടോ. ചിക്കനാണ് അതിൻ്റെ ഉള്ളിലുള്ളത്, അപ്പോൾ അവർക്ക് എന്താണ് ചിക്കൻ പോക്സ് വന്നതാണ് ഈ രണ്ടു പേർക്കും. ഓക്കെ, കുട്ടിക്കും ഈ ഒരു ഏഞ്ചലിനും. ഇനി the doctor who took care of the child couldn't resist the temptation to listen to the angel's heart. അപ്പോൾ കുട്ടിക്കും ഏഞ്ചലിനും എന്താണ് ഒരേപോലെ ചിക്കൻ ബോക്സ് ഒന്നുമില്ല. അപ്പോൾ കുട്ടിയെ നോക്കാൻ വന്ന ഡോക്ടർ എന്ത് ചെയ്തു, പിന്നെ അയാൾക്കൊരു ടെംപ്റ്റേഷൻ, അയാൾക്കൊരു താല്പര്യം ടു ലിസൺ ടു ദ ഏഞ്ചൽസ് ഹാർട്ട്. ഏഞ്ചലിനെ ഹാർട്ട് ഒന്ന് ചെക്ക് ചെയ്യാൻ, ഹാർട്ട് ബീറ്റ് ഒന്ന് നോക്കാൻ തോന്നി. സോ കുഡിൻ റെസിസ്റ്റ് മീൻസ് അൺഎബിൾ ടു സ്റ്റോപ്പ്.
അപ്പോൾ കുട്ടിയെ നോക്കാൻ വന്നതാണ്, പക്ഷേ ഏഞ്ചലിൻ്റെ ഹാർട്ട് കൊണ്ട് ചെക്ക് ചെയ്യാൻ തോന്നി. ഹി ഫൗണ്ട് സോ മച്ച് വിസിലിംഗ് ഇൻ ദ ഹാർട്ട്. അപ്പോൾ ഡോക്ടർ കേട്ടു ഒരുപാട് ഇത് ഇയാളുടെ ഹാർട്ടിൽ, അതായത് നമ്മുടെ വൃദ്ധനായ ആളുടെ ഹാർട്ടിൽ ഇങ്ങനെ വിസിലിങ്ങും ഒരു വിസിലടിക്കുന്ന പോലെ, ആൻഡ് സോ മെനി സൗണ്ട്സ് ഇൻ ദ കിഡ്നീസിൽ സൗണ്ടൊക്കെ കേട്ടു. ബട്ട് സർപ്രൈസ്ഡ് ഹി മോസ്റ്റ് ഹൗവർ വാസ് ദ ലോജിക് ഓഫ് ഹിസ് വിങ്സ്. അല്ലേ, അയാൾ ഏറ്റവും കൂടുതൽ ഡോക്ടറിനെ അത്ഭുതപ്പെടുത്തിയത് ഇയാളുടെ വിങ്സിൻ്റെ ലോജിക്കാണ്. ദ സീംഡ് സോ നേച്ചുറൽ ഓൺ ദാറ്റ് കംപ്ലീറ്റ്ലി ഹ്യൂമൻ ഓർഗാനിസം. ഡോക്ടർ പിന്നെ അതായത് ശരിക്കും വിങ്സ് ഉണ്ടല്ലോ ഈ ഓൾഡ് മാന്, ആ വിങ്സ് ഡോക്ടറിനെ ഒട്ടും കൗതുകപ്പെടുത്തിയില്ല എന്ന് മാത്രമല്ല അത് എന്താ പറയുക സൂപ്പർ നാച്ചുറൽ എലിമെൻ്റ് അല്ല എന്നും ഡോക്ടർ വിധി എഴുതാണ്, അതൊരു വ്യക്തിക്ക് വേണ്ടതാണ് എന്നുമാണ് ആ ഡോക്ടർ കരുതിയത്. ഹീ കുഡിൻ അണ്ടർസ്റ്റാൻഡ് വൈ അതർ പീപ്പിൾ ഡിഡ്ന്റ് ഹാവ് ദം ടു. ഇപ്പോൾ ഡോക്ടറിന് നോക്കൂ, നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഒരു സൂപ്പർ നാച്ചുറൽ എലിമെൻറ്റ്സ് കോമൺ ആവുകയാണ്. അപ്പോൾ ഡോക്ടർ ഇത് നോക്കിയിട്ട് പറയാണ്, ഇയാൾക്ക് പിന്നെ വിങ്സ് ഒക്കെ ഉണ്ട്, എന്തുകൊണ്ട് ബാക്കിയുള്ളവർക്കില്ല വിങ്സ്? സോ അതൊരു പിന്നെ എല്ലാവർക്കും വേണ്ട ഒരു കാര്യമാണെന്നും ഒരു ഹ്യൂമൻ ഓർഗാനിസത്തിൻ്റെ ഭാഗമാണെന്നും ഡോക്ടർ കരുതുന്നു. ഇനി വെൻ ദ ചൈൽഡ് ബിഗാൻ സ്കൂൾ, കുട്ടി സ്കൂളിലേക്ക് പോകാൻ തുടങ്ങിയപ്പോൾ ദ സൺ ആൻഡ് റെയിൻ ഹാഡ് കോസ്ഡ് ദ കൊലാപ്സ് ഓഫ് ദ ചിക്കൻ കൂപ്പ്. ഈ ചിക്കൻ കൂപ്പിൻ്റെ കോഴിക്കൂട് തകരാൻ തുടങ്ങി, മഴയും വെയിലും തട്ടി. അപ്പോൾ വർഷങ്ങൾ കടന്നു പോയി, ഈ കുട്ടി സ്കൂളിലേക്ക് പോകുന്ന സമയമാകുമ്പോഴത്തേക്കും എന്താണ് ഈ ചിക്കൻ കൂപ്പ് തകരാൻ തുടങ്ങി, കൊളാപ്സ് ആണ് വീഴാൻ തുടങ്ങി ഓഫ് ദ ചിക്കൻ കൂപ്പ്. ദി ഏഞ്ചൽ വെൻ ഡ്രാഗിങ് ഹിംസെൽഫ് എബൌട്ട് ഹിയർ ആൻഡ് ദേർ ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. അപ്പം ഈ ഏഞ്ചലപ്പിന് ഇപ്പോൾ പുറത്ത് കിടക്കാം, കോഴിക്കോട് നിന്ന് പുറത്ത് കിടക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നിരങ്ങിയാണ് പോകുന്നത്, ഡ്രാഗിയാണ്, അപ്പോൾ നിരങ്ങിയാണ് പോകുന്നത്. ഏതുപോലെ? ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ. സ്ട്രേ എന്ന് പറഞ്ഞാൽ നെഗ്ലക്റ്റഡ്, ആരും നോക്കാനില്ലാത്ത ഡൈയിങ് മാൻ, ഒരു പിന്നെ മരിക്കാനായ ഒരു ഓൾഡായ ഒരു മനുഷ്യന് എങ്ങനെയാണോ നടക്കുക അതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞരങ്ങി ഏഞ്ചിൽ നടക്കാൻ തുടങ്ങി. ഇതൊരു പിന്നെ സിമിലി കൂടിയാണ് കേട്ടോ, ലൈക്ക് എ സ്ട്രേ ഡൈയിങ് മാൻ എന്നുള്ളത് സിമിലി കൂടിയാണ്. ഹി സീംഡ് ടു ബി ഇൻ സോ മെനി പ്ലേസസ് അറ്റ് ദ സെയിം ടൈം. ഒരേ സമയത്ത് തന്നെ ഈ ഏഞ്ചലിനെ പല സ്ഥലങ്ങളിലും കാണാൻ തുടങ്ങി. അയാളിപ്പോൾ ഫ്രീ ആണല്ലോ, അപ്പോൾ അങ്ങോട്ട് കാണാൻ തുടങ്ങി. ഹി കുഡ് സ്കാസ്ലി ഈറ്റ് ആൻഡ് ഹിസ് ഐസ് ഹാഡ് ഓൾസോ ബിക്കം സോ ഫോഗി. സ്കാസ്ലി എന്ന് വെച്ചാൽ നോ എന്നുള്ള അർത്ഥം തന്നെയാണ്. ഇപ്പോൾ ഒന്നും തിന്നാൻ കഴിയുന്നില്ല ഈ ഓൾഡ് മാനെ. മാത്രമല്ല അയാളുടെ കണ്ണുകളൊന്നും ക്ലിയർ അല്ല, കാഴ്ച വളരെ എന്താണ് പറയുക മോശമാണ്. അതായത് വിഷനൊക്കെ ലെസ് ക്ലിയറായി. ഫോഗി എന്ന് പറഞ്ഞാൽ ആകെ മഞ്ഞ് പോലെ, അതായത് ആകെ ബ്ലർഡ് വിഷനാണ് ഇപ്പോൾ ഇയാൾക്ക്, അതായത് നമ്മുടെ ഏഞ്ചലിനുള്ളത്. ഏഞ്ചലും ഇത് കാണാനൊന്നും കഴിയുന്നില്ല. ദാറ്റ് ഹി വെൻറ്റ് അബൌട്ട് ബംപിങ് ഇൻ ടു പോസ്. ഓരോ പോസ്റ്റ് ഓരോ കാര്യത്തിൽ പോയിട്ട് ഇങ്ങനെ ഇയാൾ ഇടിക്കാൻ തുടങ്ങി. പെലായോ ത്രൂ എ ബ്ലാങ്കറ്റ് ഓവർ ഹിം ആൻഡ് ലെറ്റ് ഹിം സ്ലീപ്പ് ഇൻ ദ ഷെഡ്. അപ്പോൾ ഒരു ബ്ലാങ്കറ്റ് കൊടുത്തു പെലായോ, കാരണം എന്താണ് അത് വെച്ചുകൊണ്ട് കിടന്നോട്ടെ, ഷെഡിൽ ഇങ്ങനെ കിടന്നോട്ടെ കരുതി. ഓൺലി ദെൻ ഡിഡ് ദേ നോട്ടീസ് ദാറ്റ് ഹി ഹാഡ് എ ടെമ്പറേച്ചർ അറ്റ് നൈറ്റ്. രാത്രിയിൽ നല്ല ചൂട്, പനിക്കുക നന്നായിട്ട്. ഇയാൾ ഇങ്ങനെ ഏഞ്ചലിൽ പനിക്കാൻ തുടങ്ങി. ദേ ബിക്കേം അലാംഡ്. അപ്പോൾ നല്ല പനി വന്നു. അപ്പോൾ എന്താണ് അവർക്ക് ടെൻഷൻ വരാൻ തുടങ്ങി കേട്ടോ. അതായത് ദേ ബിക്കേം അലാംഡ് ഫോർ ദേ തോട്ട് ഹി വാസ് ഗോയിങ് ടു ഡൈ. അത് മരിക്കാൻ പോവാണ് എന്നുള്ള തോന്നലും ഉണ്ടായി. അതായത് നല്ല ചൂടുള്ളത് കൊണ്ട് എന്താണ് മരിക്കാൻ പോവാണോ ഏഞ്ചൽ എന്ന് അവർ കരുതി. അവർ ഭയപ്പെട്ടു, അലാംഡ് പറഞ്ഞാൽ ഭയപ്പെട്ടു. ആൻഡ് യെറ്റ് he not only survived his worst winter but seemed improved with the first sunny days. പതുക്കെ അതായത് എല്ലാവരും കരുതുന്നത്, റീഡേഴ്സും അതുപോലെ തന്നെ ഈ കപ്പിളും കരുതുന്നത് ഈ ഏഞ്ചൽ ഇപ്പോൾ മരിക്കുമെന്നാണ്. എന്നാൽ എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇയാളിങ്ങനെ റിക്കവറായി മാറി, മാത്രമല്ല കൂടുതൽ ആരോഗ്യവാനായിട്ട് കാണപ്പെടുകയും ചെയ്തു. ആൻഡ് യെറ്റ് ഹി നോട്ട് ഓൺലി സർവൈവ്ഡ്, മരണത്തെ അതിജീവിക്കുക മാത്രമല്ല ചെയ്തത്, ഹിസ് വേഴ്സ്റ്റ് വിൻ്റർ, ഒരു വിൻ്റർ കഴിഞ്ഞു പോയി, നല്ല തണുപ്പുള്ള കാലമാണല്ലോ, ആ മോശം വിൻ്റർ കടന്നുപോയി. ബട്ട് സീംഡ് ഇംപ്രൂവ്ഡ് വിത്ത് ദ ഫസ്റ്റ് സണ്ണി ഡേയ്സ്. ഇനി കുറച്ച് പിന്നെ സൂര്യനൊക്കെ വന്നപ്പോൾ, വിൻ്ററിന് ശേഷം സൂര്യനൊക്കെ വന്നപ്പോൾ ഇയാൾ കുറച്ച് ഇംപ്രൂവ്ഡ് ആവുകയും ചെയ്തു. He remained motionless for several days in the farthest corner of the courtyard. കോർട്ട്യാർഡിൻ്റെ മുറ്റത്തെ അകലെയുള്ളൊരു കോർണർ, ഒരു മൂലക്കിൽ പോയിട്ട് മോഷൻലെസ്, അനങ്ങാതെ ഇരിക്കുകയായിരുന്നു ഇയാൾ. At the beginning of December, some large stiff feathers began to grow on his wings. മാത്രമല്ല ഇയാളുടെ ആ തുടക്കത്തിലൊക്കെ എങ്ങനെയായിരുന്നു, പിന്നെ ഡേർട്ടി ആയിട്ടുള്ള ഫെദറാണ്, അതെല്ലാം എന്താണ് വിങ്സൊക്കെ ഇങ്ങനെ വീഴാൻ തുടങ്ങിയിരുന്നു അല്ലേ, പകുതിയോളം വീണിരുന്നു. ഇപ്പോഴോ അറ്റ് ദ ബിഗിനിങ് ഓഫ്
ഡിസംബർ തുടങ്ങിയപ്പോൾ സം ലാർജ് വലിയ സ്റ്റിഫ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഫെദേഴ്സ് ചിറകുകൾ ബിഗേൻ ടു ഗ്രോ ഇയാളിൽ ഉണ്ടാകാൻ തുടങ്ങി ഓൺ ഹിസ് വിങ്സിൽ ഉണ്ടാകാൻ തുടങ്ങി. ദേ ലുക്ഡ് ലൈക്ക് ദ ഫെദേഴ്സ് ഓഫ് എ സ്കെയർ ക്രോ. സ്കെയർ ക്രോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതാ നമ്മൾ പാടത്തൊക്കെ വെക്കുന്ന ഈ കോല ഉണ്ടല്ലോ, ഇതാണ് സ്കെയർ ക്രോ. അപ്പോൾ സ്കെയർ ക്രോൻ്റെ ഫെദേഴ്സ് പോലെ ഫെദേഴ്സ് പോലെ എന്താണ് ഇയാളുടേത് ഫെദേഴ്സ് ഉണ്ടായി വളരെ സ്റ്റിഫായിട്ട് ഉറപ്പുള്ളത് ആയിട്ട് വന്നു. ഇയാൾ പതുക്കെ ആരോഗ്യവാനായിട്ട് മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വൺ മോർണിംഗ്, ഒരു ദിവസം രാവിലെ, എലിസെൻഡ വാസ് കട്ടിങ് സം ബഞ്ചസ് ഓഫ് അനിയൻസ് ഫോർ ലഞ്ച്. ഉച്ചഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഉള്ളി അരിയാണ് എലിസെൻഡ. വെൻ എ വിൻഡ് ബ്ലൂ ഇൻ ടു ദ കിച്ചൺ, ആ സമയത്ത് കിച്ചണിലേക്ക് ഒരു വിൻഡ് കാറ്റടിച്ചു. Then she went to the window and found the angel in his first attempts at flight. ആ സമയത്ത് ഇവൾ കണ്ട കാഴ്ച എന്താണ്? ഈ ഏഞ്ചല് ആദ്യമായിട്ട് പറക്കാൻ ശ്രമിക്കുകയാണ്. ഇവരിലേക്ക് വന്നതിന് ശേഷം ആദ്യമായിട്ട് പറക്കാൻ ശ്രമിക്കുന്ന കാഴ്ചയാണ് അവൾ കണ്ടത്. These were so clumsy that he was on the point of knocking the shed down as he couldn't get a grip on the air. പറക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതിന് കഴിഞ്ഞില്ല, ഈ ഏഞ്ചലിന് കഴിഞ്ഞില്ല. ദീസ് വേർ സോ ക്ലംസി എന്ന് പറഞ്ഞാൽ വീഴാൻ പോകുന്ന പോലെയൊക്കെ ഫീൽ ചെയ്തു. ദാറ്റ് ഹി വാസ് ഓൺ ദ പോയിന്റ് ഓഫ് നോക്കിംഗ് ദ ഷെഡ് ഡൗൺ. ആ ഷെഡ് ഇപ്പോൾ ചങ്ങായി പൊളിക്കുമോ എന്ന് വരെ ആൾക്കാർ കരുതി പോകും. അത്രയും ലെവലിലാണ് അയാൾ പറക്കാൻ സ്ട്രഗിൾ ചെയ്തത് തുടക്കത്തിൽ. ആസ് ഹി കുഡിൻ ഗെറ്റ് എ ഗ്രിപ്പ് ഓൺ ദി എയർ. ആ എയറിലൊരു ഗ്രിപ്പ് കിട്ടിയെന്ന് പറഞ്ഞാൽ കുറേ കാലമല്ലോ പറന്നിട്ട്, അപ്പോൾ അതിന് കഴിഞ്ഞില്ല. ബട്ട് ദെൻ ഹി ഡിഡ് മാനേജ് ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ്. അതായത് ഇപ്പോൾ പതുക്കെ മാനേജ് ചെയ്തു. എന്തിനെ? പറക്കാൻ വേണ്ടിയിട്ട്. ടു ഗെയിൻ ആൾട്ടിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ അവിടെ പറക്കാമെന്ന് ഉദ്ദേശിച്ചത് കേട്ടോ, ഉയരത്തിലേക്ക് എത്താം. ഇങ്ങനെ പതുക്കെ അവന് ഇങ്ങനെ ഉയരത്തിലേക്ക് പറക്കാൻ വേണ്ടി അതിന് സാധിച്ചു. എലിസെൻഡ ലെറ്റ് ഔട്ട് എ സൈ ഓഫ് റിലീഫ് ഫോർ ഹെർസെൽഫ് ആൻഡ് ഫോർ ഹിം. ഇവൻ പറന്നു പോകുമ്പോൾ എലിസെൻഡയ്ക്ക് ശരിക്കും അത്ഭുതമാവുക ചെയ്തത്. ഒരു ആശ്വാസം, ആശ്വാസം വന്നത്. അവൾക്കും ആശ്വാസമാണ്, ഇവൻ പോയല്ലോ. അതേപോലെ തന്നെ ഫോർ ഹിം, അവനും രക്ഷപ്പെട്ടല്ലോ. അങ്ങനെ എലിസെൻഡ വിചാരിച്ചു. വെൻ ഷീ വാച്ച്ഡ് ഹിം പാസ് ഓവർ ദ ലാസ്റ്റ് ഹൗസസ്, അങ്ങനെ പറന്ന് എന്താണ് ആ സ്ട്രീറ്റിലെ അവസാനത്തെ ഹൗസും പറന്ന് അങ്ങനെ കടന്നുപോയി. ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ് ഇൻ സം വേ വിത്ത് റിസ്കി ഫ്ലാപ്പിംഗ് ഓഫ് എ സിനൈൽ വൾച്ചർ. അപ്പം എങ്ങനെയാണ് പറക്കുന്നത്? ഒരു നേരെ ചിലപ്പോൾ പറക്കുന്ന സമയത്ത് നേരത്തെ തന്നെ പറന്നോളുന്നില്ല, കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേരുന്നതൊക്കെ പോകും. ഇപ്പോൾ പക്ഷികളൊക്കെ തുടക്കത്തിൽ പറക്കുന്ന സമയത്ത് എങ്ങനെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യൂലേ, അതേപോലെ തന്നെ. അപ്പോൾ ഇവൻ എന്താണ്, ഈ ഒരു വ്യക്തി, ഈ ഏഞ്ചൽ എന്താണ്, ഹി വാസ് ഹോൾഡിങ് ഹിംസെൽഫ് അപ്പ്, നേരെ അപ്രൈറ്റ് പോസ്ചർ, നേരെ നിന്നുകൊണ്ട് പറക്കുകയാണ്. സ്റ്റാൻഡിങ് അപ്രൈറ്റ് വിത്ത് ദ ഡിഫിക്കൽറ്റി ലൈക്ക് എൻ ഓൾഡ് വൾച്ചർ. അത് ശരിക്കും ഈ സിനൈൽ വൾച്ചർ എന്ന് പറഞ്ഞാൽ ഓൾഡ് വൾച്ചറാണ്. സിനൈൽ ക്ഷീണിതനായിട്ടുള്ള, വൃദ്ധനായിട്ടുള്ള, പ്രായമുള്ള വൾച്ചർ, കഴുകൻ. അപ്പോൾ ഒരു കഴുകനൊക്കെ എങ്ങനെയാണ് പറക്കുക? കുറച്ച് പണിപ്പെട്ട് കഷ്ടപ്പെട്ട് പറക്കുന്ന പോലെ തന്നെ ഇയാളെന്താണ് കഷ്ടപ്പെട്ട് അങ്ങനെ പറന്നു പോവുകയാണ്. നേരെ പറന്നു. ഷീ കെപ്റ്റ് വാച്ചിങ് ഹിം ഈവൻ വെൻ ഷീ വാസ് ത്രൂ കട്ടിങ് ദ അനിയൻസ്. അപ്പോൾ ഇവളിങ്ങനെ ഉള്ളി അരിയുകയാണെങ്കിൽ പോലും എന്താണ് ഇയാൾ പറന്നു പോകുന്നു, ഇവളിങ്ങനെ നോക്കിയിരിക്കുന്നു. ഷീ കെപ്റ്റ് ഓൺ വാച്ചിങ് അൺടിൽ ഇറ്റ് വാസ് നോ ലോങ്കർ പോസിബിൾ ഫോർ ഹെർ ടു സീ ഹിം. ഏതുവരെ ഇവൾ എലിസെൻഡ ഇങ്ങനെ അനിയൻസ് കട്ട് ചെയ്യാണ്, ഉള്ളി കട്ട് ചെയ്യാണ്. അതേ സമയത്ത് ഏതുവരെ നേരെങ്ങനെ നോക്കി ഇയാൾ പറന്നകന്ന് ഇപ്പോൾ ഇയാളെ തീരെ കാണാതായി. ഈ ഒരു ഓൾഡ് മാനെ, അതല്ലെങ്കിൽ ഈ ഒരു ഏഞ്ചലിനെ തീരെ കാണാതാവുന്നവരെ അയാളെ നോക്കി നിന്നു. He was no longer an annoyance in her life but an imaginary dot on the horizon of the sea. അങ്ങനെ ഇനി എന്തല്ല, ഇയാൾ പറന്നകത്ത് പോയി ഏഞ്ചൽ. ഇനി എന്തല്ല, ഒരു അനോയൻസ്, ഒരു ശല്യമല്ല. ഇനി മുതൽ ഇവളുടെ ലൈഫിൽ ഇയാളൊരു ശല്യമല്ല, മാത്രമല്ല ഒരു ഇമാജിനറി ഡോട്ട് ഓൺ ദ ഹൊറിസൺ ഓഫ് ദ സീ ഹൊറിസൺ എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കടലും അതുപോലെ തന്നെ സ്കൈയും കൂടെ ഇങ്ങനെ മീറ്റ് ചെയ്യുന്ന ലൈന്, അതായത് ആ ഒരു ചക്രവാളം അല്ലേ, ആ ഒരു കടലിൻ്റെ ചക്രവാളം, അവിടെ ഒരു ഡോട്ട് ആവുന്നവരെ, അതൊരു ഇമാജിനറി ഡോട്ട് ആവുന്നവരെ അതങ്ങനെ ഇല്ലാതായി എന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്രത്യക്ഷമായി. ഇത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. സോ ഈ ഒരു സ്റ്റോറി ഇവിടെ അവസാനിക്കുന്നു. മാജിക്കൽ റിയലിസം ആണ്, നമുക്ക് അത്ര ലോജിക്കലായി തോന്നില്ല പല കാര്യങ്ങളും. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക,
ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.